നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ ഭരണകൂടം ഇല്ലാതാക്കുന്നത് മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടിയെന്ന് പൗരാവകാശ പ്രവർത്തക അംബിക. മാധ്യമവേട്ട അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഫോറം ഫോർ ഡെമോക്രസിയുടെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ. മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാർത്ഥിനികൾക്ക് മെൻസ്ട്രൽ കപ്പുകൾ നൽകി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യുക 3000 കപ്പുകൾ. പള്ളിക്കുന്നിൽ നടന്ന ചടങ്ങ് മേയർ ടി.ഒ. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ABVP പ്രവർത്തകയെ SFI ഇരുട്ടുമുറിയിൽ മണിക്കൂറുകളോളം പൂട്ടിയിട്ടു. പരാതിയുമായി തോട്ടട പോളിടെക്നിക് വിദ്യാർത്ഥിനി ആരാധന. SFIയുടെ പ്രതികാര നടപടി മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട്. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫോറം ഫോർ ഡെമോക്രസിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണ മറുവാക്ക് മാസികയുടെ എഡിറ്ററും പൗരാവകാശ പ്രവർത്തകയുമായ അംബിക ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ ഭരണകൂടം ഇല്ലാതാക്കുന്നത് മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടിയാണെന്ന് അംബിക പറഞ്ഞു. കലാപകാരികളുടെ വീടുകളിലേക്ക് കയറി ചെല്ലുന്ന പോലെ കലാപകാരികൾ, ഞാൻ ആ വാക്ക് കൊട്ടേഷൻ തന്നെ 27 ബൊമ്മയിലാണ് പറയുന്നത്. ആരാണ് കലാപകാരി എന്ന് പറയുമ്പോൾ നമുക്കത് വലിയ രീതിയിൽ വിശദീകരിക്കേണ്ടി വരും. കാരണം കലാപം പലപ്പോഴും ജനാധിപത്യത്തിന് വേണ്ടിയുള്ള കലാപമാവുമ്പോൾ അത് സർക്കാരിന് മാത്രമേ അവരെ കലാപകാരികളായിട്ട് കാണാൻ കഴിയൂ. ഞാൻ പറഞ്ഞത് ആ രീതിയിൽ ഈ ന്യൂസ് ക്ലിക്കിന്റെ ഓഫീസിലേക്ക് ഇഡിയും സംഘവും പോലീസും ഒക്കെ കടന്നു കയറുകയും 46ഓളം മാധ്യമ പ്രവർത്തകരെ വലിയ തോതിൽ വേട്ടയാടുകയും ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ അതിന്റെ എഡിറ്ററായിട്ടുള്ള പ്രബീർ പുർക്കായസ്ഥയെ അറസ്റ്റ് ചെയ്തു. മാത്രമല്ല പലരുടെയും നമുക്കറിയാം, കോട്ടയത്തുണ്ട് അവരുടെ ഒരു മാധ്യമ പ്രവർത്തക കോട്ടയത്തുണ്ട്. അവരവരുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നാട്ടിൽ വന്നിട്ടുള്ളത് കോട്ടയത്ത്. ആ വീട്ടിൽ വരെ കയറി വലിയ തോന്നിവാസമാണ് അവിടെ ഇഡിയും പോലീസും നടത്തിയിട്ടുള്ളത്. ചിന്താ സ്വാതന്ത്ര്യവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ഭരണഘടനാപരമാണ്. പൗരാവകാശങ്ങളെ ഹനിക്കുന്ന നയങ്ങൾ തിരുത്തുക, മാധ്യമവേട്ട അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. ജില്ലാ ചെയർമാൻ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. SDPI ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ കണ്ണാടിപ്പറമ്പ്, ഇംതിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കണ്ണൂർ നോർത്ത് ഉപജില്ലാ ശാസ്ത്രോത്സവം ഒക്ടോബർ 19, 20 തീയതികളിൽ കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 19 രാവിലെ 10 മണിക്ക് രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. ഉപജില്ലയിലെ 110ഓളം വിദ്യാലയങ്ങളിൽ നിന്നുമായി 3600-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. 19 തീയതി സോഷ്യൽ സയൻസ്, വർക്ക് എക്സ്പീരിയൻസ്, IT വിഭാഗങ്ങളിലായി ഏകദേശം 2006 കുട്ടികൾ ഈ മേളയിൽ പങ്കുചേരുന്നുണ്ട്. അതിലെ സോഷ്യൽ സയൻസിന് മാത്രമായിട്ട് ഏകദേശം 587 കുട്ടികളും, പ്രവൃത്തി പരിചയമേളയിൽ 1208 കുട്ടികളും, IT മേളയിൽ 211 വിദ്യാർത്ഥികളുമാണ് പങ്കെടുക്കുന്നത്. രണ്ടാം ദിവസം, അതായത് 20-ാം തീയതി സയൻസ്, മാത്സ് വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുന്നത്. സയൻസ് വിഭാഗത്തിൽ 907 കുട്ടികളും, ഗണിതശാസ്ത്ര മേളയിൽ 690 കുട്ടികളുമായി മൊത്തം 1597 കുട്ടികളാണ് രണ്ടാം ദിവസം മേളയിൽ പങ്കുചേരുന്നത്. ഈ 2 ദിവസങ്ങളിലായി ഏകദേശം 3600-ൽ പരം വിദ്യാർത്ഥികൾ, കൂടെ ഏകദേശം 500ഓളം എസ്കോർട്ടിംഗ് ടീച്ചേഴ്സും ഈ മേളയിൽ പങ്കുചേരുന്നുണ്ട്. സുരേഷ് ബാബു എളയാവൂർ അധ്യക്ഷത വഹിക്കും. ഒക്ടോബർ 19 വ്യാഴാഴ്ച സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളയും 20 വെള്ളിയാഴ്ച ശാസ്ത്ര ഗണിതശാസ്ത്രമേളയും നടക്കും. ഒന്നാം ദിനം LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി സാമൂഹ്യശാസ്ത്രമേളയിൽ 587-ഉം പ്രവൃത്തി പരിചയമേളയിൽ 1208-ഉം IT മേളയിൽ 211 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. രണ്ടാം ദിനം LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി ശാസ്ത്രമേളയിൽ 907-ഉം ഗണിതശാസ്ത്രമേളയിൽ 690-ഉം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഉപജില്ലയിലെ 110ഓളം വിദ്യാലയങ്ങളിൽ നിന്നുമായി 3600-ലധികം വിദ്യാർത്ഥികളും 500-ലേറെ രക്ഷിതാക്കളും 2 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ പങ്കുചേരും. 20-ന് സമാപന സമ്മേളനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. K. സുരേഷ്, CK. മനോജ് കുമാർ, ഫാദർ ടോംസൺ ആന്റണി, OC. പ്രസന്നകുമാരി, KK. ജിജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ചന്ദനത്തടികളുമായി 3 യുവാക്കൾ പോലീസ് പിടിയിൽ. എടക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മുണ്ടയോട് വെച്ച് ഗുഡ്സ് ഓട്ടോയിൽ കൊണ്ടുപോവുകയായിരുന്ന ചന്ദനത്തടികളാണ് പോലീസ് പിടിച്ചെടുത്തത്. മാവിലായി കീഴറ സ്വദേശികളായ പി വൈഷ്ണവ്, എം ടി റഹീം, പി ശിവൻ എന്നിവരെ പുലർച്ചെ വാഹന പരിശോധനയ്ക്കിടയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് 2 ചന്ദനത്തടികളും മുറിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തു. എടക്കാട് പോലീസ് സ്റ്റേഷനിലെ ASI സുജിത്ത്, SPPO അജേഷ് രാജ്, CPO ഷിജു, KHG ദിനേശൻ എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത്. സമഗ്ര ശിക്ഷ കേരളം പാപ്പിനിശ്ശേരി BRCയും സംയുക്തമായി അഴീക്കൽ ഫിഷറി സ്കൂളിൽ ചെറുകിട അലങ്കാര മത്സ്യകൃഷി യൂണിറ്റ് ആരംഭിച്ചു. അഴീക്കോട് MLA KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ ക്ലാസ് മുറിയിൽ നിന്നും സമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. GRFT TVHSS അഴീക്കലിലെ ഓർണമെന്റൽ ഫിഷ് ടെക്നിക്കൽ വിദ്യാർത്ഥികൾ അലങ്കാര മത്സ്യകൃഷി യൂണിറ്റുകൾ ഒരുക്കാൻ സഹായവുമായി ഇനി സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. ചെറുകിട അലങ്കാര മത്സ്യകൃഷി യൂണിറ്റ് ആരംഭിക്കുക വഴി ക്ലാസ് മുറിയിൽ നിന്നും വിദ്യാർത്ഥികളെ സമൂഹത്തിലേക്ക് നയിക്കുകയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. SSKയുടെ സ്കിൽ ഷെയർ പദ്ധതിയുടെ ഭാഗമായാണ് VHSC വിദ്യാർത്ഥികൾക്കായി പ്രൊജക്ട് അവതരണം നടത്തിയത്. ഇത്തരത്തിൽ അവതരിപ്പിച്ച പ്രൊജക്ടുകളിൽ മികച്ച പ്രകടനം നടത്തി കണ്ണൂർ ജില്ലയിലെ 5 പ്രൊജക്ടുകളിൽ ഒന്നായി തെരഞ്ഞെടുക്കപ്പെട്ട് SSK ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് KV സുമേഷ് MLA പറഞ്ഞു. നമുക്ക് വലിയ സാധ്യതയുള്ള ഒന്നാണ്, വലിയ വരുമാനദായകമാണ്. ഇപ്പോൾ കുട്ടികളുടെ ഈ SSKയുടെയും BRCയുടെയും സ്കിൽ ഷെയർ എന്നൊരു പ്രോഗ്രാമാണ്. ശേഷി വർദ്ധിപ്പിക്കുക, പഠനത്തോടൊപ്പം തന്നെ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ കൂടി അതിൻ്റെ ഭാഗമായിട്ട് അവരിൽ ഒരു തൊഴിൽ സംസ്കാരം അല്ലെങ്കിൽ നമ്മൾ വിവിധ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അലങ്കാര മത്സ്യകൃഷി എന്ന് പറയുന്നത് വലിയ സാധ്യതയുള്ളതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ അതിനെ ആ അർത്ഥത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. വലിയ കാശ് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഈ മേഖലയിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇതൊരു മത്സ്യ തൊഴിലാളികളുള്ള മത്സ്യ മേഖലയാണ് പ്രധാനമായി അഴീക്കൽ ഈ ഹാർബർ മേഖലയൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് വലിയ വിജയപ്രദമായിട്ട് മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ നല്ലതുപോലെ ഈ കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് വലിയ മാർക്കറ്റ് സ്വാഭാവികമായിട്ട് ലഭ്യമാകുകയും ചെയ്യും. നമ്മുടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുത്ത 5 സ്കൂളിലാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. അതിലൊന്നാണ് ഫിഷറീസ് സ്കൂൾ ഇവിടെ അഴീക്കൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ സംസ്ഥാനത്തിൻ്റെ ഇത്തരം സാധ്യതകളുള്ള എല്ലാ മണ്ഡലങ്ങളും ചെയ്യുന്നതിനെക്കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ പ്രകാശൻ K പദ്ധതി വിശദീകരണം നടത്തി. പ്രിൻസിപ്പൽ രഞ്ജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിസാർ വായിപ്പറമ്പ്, വാർഡ് മെമ്പർ ഷബീന TK, SMC ചെയർമാൻ ശിവദാസൻ, വാർഡ് മെമ്പർ വിജയശ്രീ, ജില്ലാ സ്കിൽ ഷെയർ കോർഡിനേറ്റർ NS ശ്രീജ, PTA പ്രസിഡന്റ് N മനോജ്, HM PP ബിന്ദു, അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സംഗീത, അഭിലാഷ്, സ്കിൽ ഷെയർ കോർഡിനേറ്റർ സാലി M തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഗുണഭോക്താക്കൾക്കായി അലങ്കാര മത്സ്യകൃഷി പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ ഭരണകൂടം ഇല്ലാതാക്കുന്നത് മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടിയെന്ന് പൗരാവകാശ പ്രവർത്തക അംബിക. മാധ്യമവേട്ട അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഫോറം ഫോർ ഡെമോക്രസിയുടെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ. മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാർത്ഥിനികൾക്ക് മെൻസ്ട്രൽ കപ്പുകൾ നൽകി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യുക 3000 കപ്പുകൾ. പള്ളിക്കുന്നിൽ നടന്ന ചടങ്ങ് മേയർ ടി.ഒ. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ABVP പ്രവർത്തകയെ SFI ഇരുട്ടുമുറിയിൽ മണിക്കൂറുകളോളം പൂട്ടിയിട്ടു. പരാതിയുമായി തോട്ടട പോളിടെക്നിക് വിദ്യാർത്ഥിനി ആരാധന. SFIയുടെ പ്രതികാര നടപടി മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട്. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്.
പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITD-യുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകളിലേക്ക്. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാർത്ഥിനികൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു. കോർപ്പറേഷന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 336 മെൻസ്ട്രൽ കപ്പുകളാണ് വിതരണം ചെയ്തത്. പള്ളിക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥിനികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തി. പദ്ധതിയുമായി ബന്ധപ്പെട്ട വാശിയോടെ അത് നടപ്പാക്കണം. പല സ്ഥലത്തും അത് ആലോചിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിൻ്റെ ഇൻസിനേറ്ററും അതിൻ്റെ നാപ്കിൻ വെൻഡിങ് മെഷീനും സ്കൂളുകൾ UP സ്കൂൾ മുതൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സ്ഥാപിക്കാൻ ആവശ്യമായ തീരുമാനമെടുക്കുകയും അത് ടെൻഡർ ചെയ്ത് അതിൻ്റെ കണ്ണൂർ കോർപ്പറേഷന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 336 മെൻസ്ട്രുവൽ കപ്പുകളാണ് വിതരണം ചെയ്തത്. ഈ വർഷം ആകെ 3000 മെൻസ്ട്രുവൽ കപ്പുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇതുവരെ 890 എണ്ണം വിതരണം ചെയ്തു കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിലായി ബാക്കിയുള്ളവ കൂടി വിതരണം ചെയ്യും. ഡെപ്യൂട്ടി മേയർ കെ. ഷബീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പബ്ലിക് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അനശ്വര കെ. ക്ലാസ് കൈകാര്യം ചെയ്തു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജേഷ്, കൗൺസിലർമാരായ BB, VK ഷൈജു, K. സീത, പ്രിൻസിപ്പൽ യൂസഫ്, ഹെഡ്മാസ്റ്റർ വിൻസെന്റ് രാജു, പള്ളിക്കുന്ന് PHC മെഡിക്കൽ ഓഫീസർ ഇസ്മായിൽ CVT തുടങ്ങിയവർ സംസാരിച്ചു. ഇരിട്ടി കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ MDMA വേട്ട. ബൈക്കിൽ കടത്തുകയായിരുന്ന 105.994 ഗ്രാം MDMA-യുമായി കോഴിക്കോട് സ്വദേശി ഹുസ്നി മുബാറക്ക് എക്സൈസ് കസ്റ്റഡിയിൽ. മാർക്കറ്റിൽ 10 ലക്ഷത്തിലേറെ രൂപ വില വരുന്ന സിന്തറ്റിക് മയക്കുമരുന്നാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഇൻസ്പെക്ടർ P. അനീഷ് മോഹനും സംഘവും നടത്തിയ വാഹന പരിശോധനയിലാണ് ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട് രാമനാട്ടുകരയിലേക്ക് ബൈക്കിൽ കടത്തുകയായിരുന്ന 105.994 ഗ്രാം MDMA പിടികൂടിയത്. ഹുസ്നി മുബാറക്കിനെതിരെ NDPS ആക്ട് പ്രകാരം കേസെടുത്തു. മാർക്കറ്റിൽ 10 ലക്ഷത്തിലേറെ രൂപ വില വരുന്ന സിന്തറ്റിക് മയക്കുമരുന്നാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. ചോദ്യം ചെയ്തതിൽ കോഴിക്കോട് ഭാഗത്തെ കോളേജുകളിലും മറ്റും വിദ്യാർത്ഥികൾക്ക് ലഹരിമരുന്ന് എത്തിക്കുന്ന മൊത്ത വിൽപ്പനക്കാരനാണെന്ന് എക്സൈസിനു വ്യക്തമായി. ഇയാൾക്കെതിരെ മുൻപ് കോഴിക്കോട് ജില്ലയിൽ നാർക്കോട്ടിക് കേസും നിലവിലുണ്ട്. റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർമാരായ A. അസീസ്, TV കമലാക്ഷൻ, പ്രിവന്റീവ് ഓഫീസർ T. ഖാലിദ്, KK ബിജു തുടങ്ങിയവരും പങ്കെടുത്തു. കണ്ണൂർ നഗരത്തിലെ പ്രീപെയ്ഡ് ഓട്ടോ നിരക്ക് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ മേയർ അഡ്വക്കേറ്റ് T.O. മോഹനന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. എന്നാൽ പുതിയ കരട് നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഓട്ടോ തൊഴിലാളികൾ സന്നദ്ധരായില്ല. പ്രശ്നങ്ങൾ വിശദമായി പഠിച്ച ശേഷം ഭേദഗതി മുന്നോട്ട് വയ്ക്കാൻ യോഗം 21-ലേക്ക് മാറ്റിവെച്ചു. സൈക്കിൾ പാത്തിനെ കൂടി ഒരു 9 മണിക്ക് ശേഷം, രാവിലെ 9 മണിക്ക് ശേഷം സൈക്കിൾ പാത്ത് വഴി ഓട്ടോ ഇങ്ങോട്ട് കയറ്റി എന്നെ പിന്നെ എന്ത് ചെയ്യണം? സംഗീത തിയേറ്ററിന്റെ സംയുക്ത പരിശോധന നടത്തിയിട്ട് തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. അതല്ലാതെ നമ്മൾ അവിടെ ചെയ്തോണ്ട് പറഞ്ഞില്ല. കാരണം ഒരു തവണ നമ്മൾ തീരുമാനം പറഞ്ഞാൽ പിന്നെ മാറ്റുമ്പോൾ നമ്മൾ തിരിച്ച് വേറെ തീരുമാനം എടുക്കുമ്പോൾ പലപ്പോഴും ആലോചിച്ച്
അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അരുൺകുമാർ കൊണ്ടുവന്ന കരട് നിർദ്ദേശങ്ങളിൽ ചിലതിനോട് ഓട്ടോ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. തുടർന്ന് സംഘടനാ നേതാക്കൾ പ്രശ്നം വിശദമായി പഠിച്ച ശേഷം അടുത്ത യോഗത്തിൽ ഭേദഗതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ മേയർ ആവശ്യപ്പെട്ടു. അടുത്ത യോഗം ഈ മാസം 21-ന് വീണ്ടും ചേരും. ടൗൺ SI PP ഷമീൽ, ട്രാഫിക് SI രാജേന്ദ്രൻ എന്നിവരും CITU, INTUC, STU, BMS, ATSS എന്നീ സംഘടനകളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. സർക്കാർ സർവീസ് മേഖലയിൽ അഴിമതിയുടെ ചെറിയ പുഴുക്കുത്തുകൾ നാടിന് അപമാനമാണെന്ന് മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. അഴിമതിക്കാരായ ജീവനക്കാരെ ജനപക്ഷത്തു നിന്നും ഒറ്റപ്പെടുത്താൻ വിപുലമായ ക്യാമ്പയിൻ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ നവംബർ 1 മുതൽ ഡിസംബർ 7 വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന സിവിൽ സർവീസ് സംരക്ഷണ യാത്രയുടെ പ്രചരണാർത്ഥം നന്മ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച ജില്ലാതല അഴിമതി വിരുദ്ധ കൂട്ടായ്മ കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ജോയിന്റ് കൗൺസിൽ ഇപ്പോൾ നടത്തുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ നാട്ടിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്. കാരണം ജനങ്ങൾ അവർക്ക് കിട്ടേണ്ട അർഹമായ പ്രാതിനിധ്യത്തിന് വേണ്ടി അവർ വരുന്നത് ഔദാര്യത്തിന് വേണ്ടിയല്ല, അവർ വളഞ്ഞ വഴിയിൽ കൂടി വരുന്നല്ല. നേരെ വന്നാൽ അവർക്ക് ചെയ്തു കൊടുക്കണ്ടേ, അത് ചെയ്തു കൊടുക്കാൻ പ്രൊസീജിയർ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണ്ടേ. അല്ലെങ്കിൽ വന്നാൽ പറയണം ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അജയകുമാർ കരിവെള്ളൂർ അധ്യക്ഷത വഹിച്ചു. നന്മ സാംസ്കാരിക വേദി ജില്ലാ കൺവീനർ KK കൃഷ്ണൻ, പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സുരേന്ദ്രൻ കൂക്കാനം, പപ്പൻ കുഞ്ഞിമംഗലം, സതീഷ് കുമാർ പാമ്പൻ, ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നാരായണൻ, ജില്ലാ സെക്രട്ടറി റോയി ജോസഫ്, KV രവീന്ദ്രൻ, P സുധീഷ്, V ബാബുരാജ്, സുജിത് K, റീജ P, ഷൈജു CT എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജീവനക്കാരും പൊതുജനങ്ങളും ചേർന്ന് നടത്തിയ അഴിമതി വിരുദ്ധ സമൂഹ ചിത്രരചന പന്ന്യൻ രവീന്ദ്രനും സുരേന്ദ്രൻ കൂക്കാനവും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ ഭരണകൂടം ഇല്ലാതാക്കുന്നത് മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടിയെന്ന് പൗരാവകാശ പ്രവർത്തക അംബിക. മാധ്യമവേട്ട അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഫോറം ഫോർ ഡെമോക്രസിയുടെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ. മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാർത്ഥിനികൾക്ക് മെൻസ്ട്രൽ കപ്പുകൾ നൽകി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യുക 3000 കപ്പുകൾ. പള്ളിക്കുന്നിൽ നടന്ന ചടങ്ങ് മേയർ TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ABVP പ്രവർത്തകയെ SFI ഇരുട്ടുമുറിയിൽ മണിക്കൂറുകളോളം പൂട്ടിയിട്ടു. പരാതിയുമായി തോട്ടട പോളിടെക്നിക് വിദ്യാർത്ഥിനി ആരാധന. SFIയുടെ പ്രതികാര നടപടി മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട്. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank you.
ഇരിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തകളിലേക്ക്. തോട്ടട ഗവൺമെന്റ് പോളിടെക്നിക്കിൽ ABVP മെമ്പർഷിപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകർ പൂട്ടിയിട്ടതായി വിദ്യാർത്ഥിനിയുടെ പരാതി. ABVP പ്രവർത്തക ആരാധനയെയാണ് ഒരു സംഘം SFI പ്രവർത്തകർ ഇരുട്ടുമുറിയിൽ മണിക്കൂറുകളോളം പൂട്ടിയിട്ടത്. താൻ ചെയ്തത് തെറ്റാണെന്ന് വെള്ളപ്പേപ്പറിൽ എഴുതി വാങ്ങിയതായും ആരാധന സിറ്റി ന്യൂസിനോട് പറഞ്ഞു. മെമ്പർഷിപ്പ് കൂപ്പൺ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ആരാധനയെ യൂണിയൻ റൂമിൽ പൂട്ടിയിട്ടത്. മണിക്കൂറുകളോളം ഭീതിതമായ അവസ്ഥയാണ് നടന്നത്. സംഘടനാ പ്രവർത്തനത്തെ പാടെ ഇല്ലാതാക്കാനാണ് SFI ഇതുവഴി ഉദ്ദേശിക്കുന്നതെന്നും ഇതിനു മുന്നോടിയായാണ് രക്ഷാബന്ധൻ ദിനം കയ്യിലെ ചരട് അഴിച്ചു മാറ്റാൻ പറഞ്ഞതെന്നും എല്ലാം SFI ശക്തി തെളിയിക്കാനാണ് ചെയ്തതെന്നും ആരാധന സിറ്റി ന്യൂസിനോട് വെളിപ്പെടുത്തി. ഞാനിവിടെ കയറിയത് ആഗസ്റ്റ് 23-നാണ്. അപ്പോൾ ആഗസ്റ്റ് 23-ന് ഞാൻ കയ്യിൽ രക്ഷാബന്ധൻ്റെ സമയമായപ്പോൾ കൈക്ക് രാഖി കെട്ടിയിട്ടായിരുന്നു കയറിയത്. അപ്പം കോളേജിൽ പഠിക്കാത്ത, അതായത് ഇവിടെ പഠിക്കുക പോലും ചെയ്യാത്ത പുറത്ത് ITA കഴിഞ്ഞ് വന്ന യൂണിയൻകാരാണ് എന്നെ ഫസ്റ്റ് റാഗ് ചെയ്തത്. അത് SFIൻ്റെ യൂണിയൻകാരായിരുന്നു എന്നെ റാഗ് ചെയ്തിട്ട് പറഞ്ഞത് കൈക്ക് കെട്ടിയത് ഊരണം, ഇവിടെ ഇതൊന്നും പറ്റില്ല, ഇതൊന്നും അനുവദിക്കില്ല. ഞാനത് വിട്ടു, അവർ പറഞ്ഞോട്ടെ, ഞാനത് കേൾക്കാത്ത രീതിയിൽ വിട്ടുപോയി. ഇതേ കാര്യം വീണ്ടും ഇവിടുത്തെ കോളേജിലെ ഓരോ യൂണിയൻകാരും വീണ്ടും ആവർത്തിച്ചിട്ട് ഓരോ കാര്യം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് ദൂരാണ്ട് നീ ഇവിടെ കയറണ്ട. അങ്ങനെ പല രീതിയിലും ഭീഷണിയും പല വൃത്തികെട്ട വാക്കെന്ന രീതിയിലും എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടുകാരെ പോലും അസഭ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഞാൻ മിണ്ടാതെ നടന്നു. എന്നിട്ട് ഞാനിവിടെ ഇന്നലെ മെമ്പർഷിപ്പ് മുറിച്ചായിരുന്നു. ഈ മെമ്പർഷിപ്പിനോടനുബന്ധിച്ചിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ABVPയുടെ മെമ്പർഷിപ്പ് മുറിച്ചപ്പോൾ അവരെന്നിട്ട് ഇന്നലെ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് എന്നോട് പറഞ്ഞത്, നീ എന്ത് ധൈര്യത്തിൽ ഇവിടെ മെമ്പർഷിപ്പ് മുറിക്കുന്നത്? എനിക്ക് പറയാനുള്ളത്, ഇവിടെ ക്യാമ്പസ് എന്ന് പറയുന്നത് SFIക്ക് മാത്രമല്ലല്ലോ, ഇവർ അടിച്ചേൽപ്പിക്കുകയാണ് അവരുടെ ഓരോ കാര്യങ്ങളും. SFI ഏകാധിപത്യമാണ് ഇവിടെ ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഈ മെമ്പർഷിപ്പിന്റെ ഭാഗമായിട്ടാണോ കുട്ടിയെ അവിടെ മുറിയിൽ പൂട്ടിയിട്ടത്? അതായത് മെമ്പർഷിപ്പ് മുറിച്ചെന്ന പേരിലാണ് എന്നെ 1.5 മണിക്കൂറോളം ഇവരുടെ ആ റൂമിൽ പൂട്ടിയിട്ടത്. അതൊരു കൊച്ചു റൂമാണ്, അതിൽ ശ്വാസം കഴിക്കാൻ പോലും സ്ഥലമില്ല. അത്രക്കോ ആൾക്കാർക്കൊന്നും മര്യാദയ്ക്ക് പോലും ഇരിക്കാൻ പറ്റില്ല. ഒരു വട്ടം അത് അവിടെ ഉണ്ട്, കോളേജിൻ്റെ ഇവിടെ കാണാം. അപ്പോൾ ആ ഒരു കുഞ്ഞു വട്ടത്തിലൂടെ ഞങ്ങൾക്ക് ശ്വാസം വലിക്കാൻ പറ്റും. ഇന്നലെ മുറിയിൽ പൂട്ടിയിട്ടു. പുറത്ത് 4 പേര് കാവലിൽ നിന്നു, അകത്ത് 3 പേര് നിന്നു. എന്നെ പുറത്ത് പോകാൻ വിടാത്ത രീതിയിലാക്കി. ഫോൺ വാങ്ങി സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. അപ്പുറം ഇപ്പുറം എനിക്ക് കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരടുത്തെങ്കിലും സംസാരിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഒരു പെൺകുട്ടി എന്ന നിലയിൽ ടോയ്ലറ്റിൽ പോലും എന്നെ പോകാൻ വിട്ടില്ല അവർ. അത്രക്കും എന്നോട് അവർ ചെയ്തിട്ടുണ്ട്. ഇത് ഇന്നലെയല്ല, കുറേ കാലമായിട്ടുണ്ട്. ഇത്രയും അനുഭവം ഓരോരുത്തർക്കും ഉണ്ട്. എനിക്ക് ഇത്രക്കും ഉണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നവർക്ക് എന്തൊക്കെ ഉണ്ടാവാം. കേരളത്തിലുടനീളമുള്ള ക്യാമ്പസുകളിൽ SFI അക്രമ രാഷ്ട്രീയം അഴിച്ചുവിടുകയാണ്. പോളിടെക്നിക്കിൽ സംഘടനാ ശക്തി തെളിയിക്കുകയാണ് SFI എല്ലാ കാലത്തും നടത്തുന്നത്. എന്നാൽ ഇവിടെ ഇവർ ഏകാധിപത്യ ഭരണമാണ് നടത്തിവരുന്നതെന്നും ABVP പ്രവർത്തകർ പറഞ്ഞു. മെമ്പർഷിപ്പ് കൂപ്പൺ മുറിച്ചത് SFIയെ അറിയിച്ചില്ലെന്നും ഇത് അറിയിക്കാതിരുന്നത് താൻ ചെയ്ത കുറ്റമാണെന്നും അത് വെള്ളപ്പേപ്പറിൽ എഴുതി വാങ്ങുകയാണ് അവർ ചെയ്തതെന്നും ഇത് തികഞ്ഞ അവജ്ഞ നിറഞ്ഞ കാര്യമാണെന്നും ആരാധന പറഞ്ഞു. നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നും ഒരു പെൺകുട്ടിയോട് ഇത്തരം അക്രമ സ്വഭാവം കാണിക്കുമ്പോൾ പ്രിൻസിപ്പൽ അടക്കം നോക്കി നിൽക്കുകയാണ് ചെയ്തതെന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭാവിയിൽ വലിയ രീതിയിൽ ചിന്തിക്കേണ്ട കാര്യമാണെന്നും എത്ര അടിച്ചമർത്തിയാൽ പോലും സംഘടനാ പ്രവർത്തനം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും കോളേജിലെ ABVP പ്രവർത്തകർ പറഞ്ഞു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കണ്ണൂർ ജില്ലാ കമ്മിറ്റി KT അബ്ദുള്ള മുസ്ലിയാർ അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. കണ്ണൂർ ഇസ്ലാമിക് സെന്ററിൽ നടന്ന പരിപാടി സംസ്ഥാന ട്രഷറർ PP ഉമർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. അള്ളാഹുവിന്റെ ഭൂമിയിലേക്ക് ഈ മനുഷ്യ മക്കൾ വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു വാങ്ങിവെച്ചിരിക്കുന്ന ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി എന്ന് പറയുന്നത് തൗഹീദിന്റെ ഉടമ്പടിയാണ്. അള്ളാഹു മാത്രമാണ് ഇലാഹ്, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന ഈ ഉടമ്പടി അള്ളാഹു വാങ്ങിവെച്ചിരിക്കുകയാണ്. എന്തിനാണ് വാങ്ങിവെച്ചിരിക്കുന്നത്? ഖിയാമത്ത് നാളിൽ ഇതൊന്നും ഞങ്ങൾ അറിയില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് എന്നുകൂടി അള്ളാഹു പറയുന്നു. KP അബ്ദുള്ള മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. മാണിയൂർ അബ്ദുറഹ്മാൻ ഫൈസി, മലയമ്മ അബൂബക്കർ ബാഖഫി, സയ്യിദ് ഉമ്മർ കോയ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ആനക്കുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. പൊതുകുളത്തിൽ മത്സ്യനിക്ഷേപം നടത്തുന്നതിന്റെ ഭാഗമായാണ് ആനക്കുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. നിക്ഷേപിക്കുന്ന പദ്ധതി മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. 4000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. 1 വർഷം കൊണ്ട് വിളവെടുക്കാനാകും. ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ K ഷബീന ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MB രാജേഷ്, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ രജീഷ് TK, മത്സ്യഭവൻ കോർഡിനേറ്റർ അതുൽ റോയ്സ്, പ്രൊമോട്ടർ രജിഷ രാജൻ, റനീഷ് K തുടങ്ങിയവർ സംബന്ധിച്ചു.
കണ്ണൂർ വിമാനത്താവളത്തിന് അനുമതി വാങ്ങിയെടുത്തത് ഉമ്മൻചാണ്ടിയാണെന്ന് കെ സുധാകരൻ എം പി. പിണറായിക്ക് മുമ്പേ തന്നെ വിമാനത്താവള പ്രവൃത്തി തുടങ്ങിയതാണ്. ഇതൊന്നും അറിയാതെയാണ് മന്ത്രി പ്രതികരണം നടത്തുന്നതെന്നും കെ സുധാകരൻ എം പി പറഞ്ഞു. കഴിഞ്ഞ ദിവസം അഹമ്മദ് ദേവർകോവിൽ നടത്തിയ പ്രസ്താവനയ്ക്കുള്ള മറുപടിയായി കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ. കണ്ണൂർ വിമാനത്താവളത്തിന് അനുമതി വാങ്ങിയെടുത്തത് ഉമ്മൻചാണ്ടിയാണ്. ഒരു പദ്ധതിയുടെ തീരുമാനമെടുക്കുന്ന മന്ത്രിസഭയ്ക്കാണ് അതിന്റെ അവകാശം. പിണറായി വരും മുന്നേ തന്നെ കണ്ണൂർ വിമാനത്താവളത്തിന്റെ പ്രവൃത്തി തുടങ്ങിയതാണെന്നും കെ സുധാകരൻ എം പി പറഞ്ഞു. കടലാസ് മുമ്പ് പോയാലേ കല്ല് പുറകെ വരും, മനസ്സിലായോ? ഇത് ആദ്യം സാങ്ഷൻ ആക്കലാണ് പ്രധാനം. ഈ ഒരു നയപരമായൊരു തീരുമാനമെടുക്കലാണ് പ്രധാനം. ഒരു പദ്ധതിയുടെ പ്രോജക്റ്റ് ആ തീരുമാനമെടുക്കുന്ന മന്ത്രിസഭക്കാണ് അതിന്റെ അവകാശം. അതെടുത്തത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. ഉമ്മൻചാണ്ടിയാണ് അതെല്ലാം ചെയ്തത്. അതിനുശേഷം വന്ന ആളുകൾ തുടർന്ന് പ്രവർത്തനം ഏറ്റെടുത്തിട്ടുണ്ടാവും. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ തന്നെ എന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പിണറായി ബന്ധപ്പെടുന്ന ഒരു 3 പണി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് വിവരമില്ലാത്ത ഒരു കമന്റാണ്. ഈ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടിയെ മറന്നു എന്ന് തോന്നുന്നുണ്ടോ ഇത്തവണ? സംശയത്തെ കാര്യത്തിൽ ടോട്ടൽ ഇഗ്നോർ ചെയ്തില്ലേ? ആ വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്ന ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ അഭിലാഷവും ഞങ്ങളുടെ ആവശ്യവും. ഒരു അന്തസ്സുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ, ഒരു എന്താ പറയാ, വ്യക്തിപരമായി ഉമ്മൻചാണ്ടിയോട് വല്ല റെസ്പെക്റ്റും ഈ ഇടതുപക്ഷ സർക്കാരിനുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ വിഴിഞ്ഞം തുറമുഖം ഭാവിയിൽ അറിയപ്പെടണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ സോഷ്യൽ മീഡിയ വിദഗ്ധരെ KPCC യോഗത്തിൽ ഉൾപ്പെടുത്തി പിന്നീട് പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ ഈ എതിരാളികളെ അവഹേളിക്കാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നു എന്നുള്ള ആരോപണം ആരെയാ അവഹേളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ അവഹേളനം പറഞ്ഞത് എന്താ? മുഖ്യമന്ത്രിയുടെ കുറ്റവും ദോഷവും പറയാതിരിക്കാൻ ഞങ്ങളാരാ? ഞങ്ങളത് പറയേണ്ടവരല്ലേ? ഞങ്ങൾ പറയുന്നില്ല പിന്നെ എന്താ രാഷ്ട്രീയം? വാട്ട് ഈസ് പൊളിറ്റിക്സ്? പോളിറ്റിക്സിനകത്ത് ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ വിമർശിക്കാനും പ്രവർത്തിക്കാനുമല്ലേ ഞങ്ങൾ പ്രതിപക്ഷമല്ലേ? നിങ്ങൾ അദ്ദേഹത്തിന് ഓണർഷിപ്പ് കൊടുക്കുക വേണ്ടത്, അദ്ദേഹത്തെ പുകഴ്ത്തുക വേണ്ടത് ഞങ്ങൾ സ്വാഭാവികം. ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലേക്കാണ് ഒന്നും അങ്ങനത്തെ ഒരു സംഭവം അതിർ വരമ്പ് ലംഘിച്ചുകൊണ്ട് ഒരു വിമർശനവും ഞങ്ങൾ നടത്തിയിട്ടില്ല. നടത്തിയതെല്ലാം ഫാക്ച്വലാണ്, വസ്തുതാപരമായ കാര്യങ്ങളാണ്. അല്ലാതെ ആരെയും അപമാനിക്കാനോ താഴ്ത്തിക്കെട്ടാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഇതൊരു ഫാക്റ്റാണ് ഞങ്ങൾ പറഞ്ഞത്. വിഴിഞ്ഞത്ത് ഉമ്മൻചാണ്ടിയെ മറന്നു. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് ഇടണമെന്നും അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേരിടാൻ സർക്കാർ തയ്യാറാകണമെന്നും കെ സുധാകരൻ പറഞ്ഞു. സോഷ്യൽ മീഡിയ വിദഗ്ധരെ വെച്ച് കോൺഗ്രസ് ആരെയാണ് അപമാനിച്ചതെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തണം. മുഖ്യമന്ത്രിയുടെ കുറ്റവും ദോഷവും പറയേണ്ടവരല്ല പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ കുറ്റവും കുറവും ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എന്താണ് രാഷ്ട്രീയമെന്നും കെ സുധാകരൻ എം പി മാധ്യമങ്ങളോട് ചോദിച്ചു. അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ഇതുവരെ ഒരാൾക്കെതിരെയും വിമർശനം നടത്തിയിട്ടില്ലെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു. CPM കണ്ടക്കൈ ലോക്കൽ കുടുംബസംഗമം വേളം പൊതുജന വായനശാലയിൽ വെച്ച് നടന്നു. കുടുംബസംഗമം MV ഗോവിന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി MC ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TK ഗോവിന്ദൻ, മയിൽ ഏരിയ സെക്രട്ടറി N അനിൽകുമാർ, K സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. മാണിയൂർ ലോക്കൽ സമ്മേളനം കട്ടോളിയിലും കുറ്റ്യാട്ടൂർ നോർത്ത് ലോക്കൽ കുടുംബസംഗമം പാവന്നൂർ മട്ടയിലും MV ഗോവിന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5495 രൂപ, പവന് 43,960 രൂപ, വെള്ളി 77 രൂപ. അറിയിപ്പ്.
കാലാവസ്ഥ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്കും ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിലും തമിഴ്നാട്, പുതുച്ചേരി, മാഹി, കർണാടക എന്നിവിടങ്ങളിലും മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും ആൻഡമാൻ കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ചക്രവാത ചുഴി ഒക്ടോബർ 20ഓടെ മധ്യ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും ഇവയുടെ സ്വാധീന ഫലമായി വരും ദിവസങ്ങളിൽ കേരളത്തിൽ മഴ ശക്തമായി തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. തെക്ക് കിഴക്കൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി അടുത്ത 36 മണിക്കൂറിനുള്ളിൽ തെക്ക് കിഴക്കൻ അറബിക്കടലിനും മധ്യകിഴക്കൻ അറബിക്കടലിനും മുകളിലായി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. തുടർന്ന് ചക്രവാത ചുഴി പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി ഒക്ടോബർ 21ഓടെ വീണ്ടും ശക്തി പ്രാപിച്ച് മധ്യ അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം കേരളത്തിൽ ഇന്ന് 12 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഴ പെയ്യാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ ഭരണകൂടം ഇല്ലാതാക്കുന്നത് മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടിയെന്ന് പൗരാവകാശ പ്രവർത്തക അംബിക. മാധ്യമവേട്ട അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഫോറം ഫോർ ഡെമോക്രസിയുടെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ. മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാർത്ഥിനികൾക്ക് മെൻസ്ട്രൽ കപ്പുകൾ നൽകി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യുക 3000 കപ്പുകൾ. പള്ളിക്കുന്നിൽ നടന്ന ചടങ്ങ് മേയർ ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ABVP പ്രവർത്തകയെ SFI ഇരുട്ടുമുറിയിൽ മണിക്കൂറുകളോളം പൂട്ടിയിട്ടു. പരാതിയുമായി തോട്ടട പോളിടെക്നിക് വിദ്യാർത്ഥിനി ആരാധന. SFIയുടെ പ്രതികാര നടപടി മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.